ഇനി പുതിയ കോളേജും പുതിയ ജീവിതം. നീ എന്തെങ്ങനെ ഡെസ്പായിരിക്കണേ? എടാ നീ ഇല്ലാതെ എങ്ങനെയാടാ? നീ ഉള്ളത് കൊണ്ടല്ലടാ സ്കൂൾ ലൈഫിൽ ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നത്. എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അവിടെ നിൽക്കില്ലായിരുന്നോ? പാപ്പാക്ക് ട്രാൻസ്ഫർ ആകണ്ടല്ലോ ഇപ്പോൾ. എടാ, ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ കുറേ ആളുണ്ടാവും. അവർക്കിടയിൽ ഏകനാണെന്നുണ്ടെങ്കിലും നീ പോരാടണം, ശക്തമായി പോരാടണം. ഈ എവിടെ പോയാലും എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവും. അതിന് ദൈവത്തിൻ്റെ രൂപത്തിലാണെങ്കിലും. ഈ ഡെസ്പടിച്ചിരിക്കല്ലേ, വാ പോവാ. നീ വിഷമിക്കണ്ടടാ, ഞാൻ നിന്നെ മനസ്സിലാക്കുന്ന പോലെ ഈ ലോകം നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം എന്തായാലും വരും. ഇനി നീ അവനെ 9 വിളിച്ചാ നിന്റെ ആണത്തന്നെ അടിച്ചു കിടക്കും. നീ വാടാ. നീ ഇതൊന്നും കാര്യാക്കണ്ട. ഇതുപോലത്തെ കുറെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതേ ആമ്പിള്ളേരുടെ ടോയ്ലറ്റാ. പോ. നോക്കടാ, അവള് വരുന്നുണ്ടല്ലോ. അല്ലടാ നീ പറഞ്ഞ 9. പെണ്ണിന്റെ മനസ്സ് മാത്രമാണോ അതോ? ഞാൻ നിന്നെ മനസ്സിലാക്കണ പോലെ ഈ ലോകം നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം എന്തായാലും വരും.
സമൂഹം മുഴുവൻ എനിക്കെതിരാണ്. അവൻ മനസ്സിലാക്കിയതുപോലെ എന്നെ മനസ്സിലാക്കാൻ വേറെ ആർക്കും കഴിഞ്ഞില്ല, ഇനി മനസ്സിലാവുകയുമില്ല. ഈ ലോകം എന്നെ പോലെയുള്ളവർക്ക് പറഞ്ഞതല്ല. കുറ്റപ്പെടുത്തലും കളിയാക്കലും ഞാനിവിടെ പിറന്നു വീണത് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. ജന്മം തന്ന സ്വന്തം അച്ഛനും അമ്മയും വരെ എന്നെ ഒറ്റപ്പെടുത്തി. അനാഥനല്ലഞ്ഞിട്ടും ഈ സമൂഹത്തിൽ ഞാൻ അനാഥനായി വളർന്നു. അന്നും ഇന്നും ഒറ്റപ്പെടലും അവഗണനയുമാണ് എനിക്ക് കൂട്ട്. ദൈവം തന്നെ എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ്.